ഹലോ ഗായ്സ്, അപ്പം ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ പോവാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് വയനാട് പോവാണ്. വയനാട്ടിലേക്ക് ആരൊക്കെയാണ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരാൾ പിന്നെ പിക്ക് ചെയ്യാൻ വരും, അതിനാൻ അബ്യസ്. ബാക്കിയുള്ളത് നമുക്ക് ഫോണിൽ കാണാം. അതിക്കൊന്നും ഒന്നാവാം. നമ്മളിപ്പം ഇന്നലെ പറഞ്ഞ പോലെ പോവാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനല്ല, ബസ്സിലാണ് പോകുന്നത്. ഞാൻ പിക്ക് ചെയ്യാൻ വന്ന് ഇനി നമ്മളെ മുക്കത്ത് നിന്ന് ബസ് ഉണ്ടാവും. 7:05 ബസ്. 6:30 കഴിഞ്ഞ്. ഇപ്പോൾ കൂടുതലുള്ള ആളെ ആരൊക്കെയാന്ന് വെച്ചാൽ അവിടെ തിരിയാടാം. അതിലേക്ക് നന്നാവാം. നമ്മളെന്നാൽ പോയിട്ട് മുക്കത്ത് നിന്ന് ബസ് കയറുമ്പോൾ കാണാം. മാജു, എന്താണ് പറയാനുള്ളത്? നമ്മളെ ബസ്സിന്റെ വൃത്തി വെക്കാ. നമ്മള് താമരശ്ശേരി എത്തിക്കുന്നുണ്ടോ? ഇനി ഇപ്പുറത്തെ തൊട്ടപ്പുറത്തെ ബസ് ഉണ്ട്. എവിടെ ഇടിച്ചിട്ടില്ല, തട്ടിയിട്ടില്ല. എവിടെ ഇടിച്ചിട്ടില്ല, തട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു ബസ്സാണ് സുൽത്താൻ ബത്തേരി ബസ്. ഇല്ല, കുറച്ചു നേരം ടൈം ഉണ്ട്. എടാ വാതിലടിക്കണടാ. ക്യാൻസൽ. എന്തുണ്ടായി? ശരി കേട്ടോ. നമ്മള് ചാടിക്കാൻ ഇല്ല എടുത്തില്ല. ഗ്ലാസ്സിൽ വെച്ചല്ലേ ആൾക്കാർ വരില്ലോ, എടുത്ത് കൊടുത്തോട്ടെ. നമ്മള് സംഭവം എന്താ വെച്ചാല്, നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഡിസ്പോസിബിൾ വാങ്ങാം. അപ്പൊ കടക്കാരൻ പറഞ്ഞു നമ്മള് കുറെ നേരം നിർത്തിടൂ, നമുക്ക് ചായ കുടിച്ചിട്ട് പോകുന്ന ടൈമുണ്ട്. അപ്പൊ നമ്മള് മഹജിനെ കൂട്ടി ചാടിക്കാം. അപ്പൊ കണ്ടക്ടർ കയറി എന്നിട്ട് അതാരണേ വലിയൊരു ഓട്ടോ മനസ്സിലായില്ല. ഞാൻ തന്നെ ഫസ്റ്റ് ഓടി. കുഴപ്പമില്ല, നിങ്ങളുടെ ഇല്ല, ഈ ഭാഗത്തേക്കില്ല. 4 ചായല്ലേ? എന്നാലും മൂപ്പരെന്ത് വർത്താനം പറഞ്ഞേ? കൊറേ നേരം ഇവിടെ നിർത്തിയിരുന്നല്ലോ പറഞ്ഞേ. പെട്ടെന്നോണ്ട് ചായ ഞാൻ അടുത്ത പ്രാവശ്യം ചാടിക്കുമ്പോ അതിനാണ് പറഞ്ഞത്. കണ്ടില്ലല്ലോ. ഞാൻ പറയും, ഞാൻ മൂപ്പര് മാറ്റി ഞാൻ ചാടിക്കും. വാങ്ങിട്ട് പോകുന്ന ആരാത് പറയണേ? ചായ വണ്ടി കയറിയപ്പോ റസല് മുന്നേ കയറി. ഇവനെ അറിയില്ലല്ലോ. ഞാൻ മുക്കത്ത് കൂടി തന്നെ പോയില്ലടാ, മറ്റടുത്ത് കൂടെ പറഞ്ഞുതരാ. ദാസിന്റെ പൈസ കൂടി കൂട്ടിയെടുക്കാനില്ലേ? ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു വയനാട് മാനന്തവാടി. മാജി, നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? മാനന്തവാടി റെസിഡന്റ് ഏരിയ എന്ന് പറയണ്ട. സ്പെഷ്യലായിട്ട് എന്താ നമ്മൾ നോക്കാം. സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഗൈസ് ഹലോ ഗൈസ്, മാനന്തവാടി എങ്ങനെ പേര് എന്ന് പറയും. അപ്പൊ ആ മാൻ ഇങ്ങനെ ആദ്യമൊക്കെ ഹാപ്പി നടന്നു, പിന്നെ ദേശം അവിടെ നിന്ന് വാടി പോയി. അപ്പൊ ഒരുത്തർ ചോദിച്ചു, മാനെന്താ വാടി മാനന്തവാടി എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അന്നെ ഇവിടെ തന്നെ ആക്കിയിട്ട് പോണോ? എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.
നമുക്ക് വീട്ടിലെത്തിയിട്ട് കേടായി. ആ ഗൈസ്, അപ്പോൾ നമ്മള് വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. ക്ഷമിക്കണം, ഫുഡ് കഴിച്ചു. നല്ല പൊറാച്ചി, നല്ല പാച്ചിരി, നല്ല കോഴിക്കറി, ചിക്കൻ കറി സ്പെഷ്യൽ. ഇവർ ഇതുവരെ എങ്ങനത്തെ ചിക്കൻ കറി കഴിച്ചില്ല. അതുകൊണ്ട് ഒരു കണ്ടാ സ്പൈസിയാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇതിപ്പോ നമ്മള് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിച്ചപ്പോ മാമന് ക്രിക്കറ്റ് നായി. അപ്പൊ നമ്മള് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വരാം. ഉമ്മ വിളിക്കുന്നുണ്ട്, കോളച്ചിൻ്റെ ഇതൊക്കെ. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കും. നമ്മള് അവിടെ ചുരത്തിലെത്തിണ്ടോ? ചുരത്തി ഡ്രൈവർ സ്പൾബറാണ്, ഇവിടെ ആരുമില്ല. എന്താ പറയല വെച്ചാല് അവിടെ പോയി ഫുഡ് അടിച്ച് സ്ഥലം കറങ്ങാൻ പോയി, സ്ഥലമൊക്കെ കണ്ട്. ഇപ്പൊ ചെറിയ ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഏകദേശം ടൈം 1:22, 1:30 ആയിട്ടുണ്ട്. 7ാമത്തെ എയർ പിന്നാണ് ഇത്. ബസ്സിനെന്താ പറ്റിയത്? ബസ് ബൈക്കിനെ ഓവർടേക്കുന്നതാണ് കാണുന്നത്. So many couples there, but we focus on career. ബ്ലാക്ക് ബോർഡുള്ള വണ്ടി ആയിരുന്നാ? 2 തരം ബ്ലാക്ക്. ഗൈസ്, നമ്മളങ്ങനെ ചുരത്തിലാണ്. ചുരത്തിൽ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. അലി മാജി ഇതിനാൻ. നമ്മളെന്താ പറഞ്ഞേ? തിന്നാനൊന്നും വേണ്ട. ആ അലി എന്താണ് പറയാനുള്ളത്? പെരും ചൂട്. വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട്. മാമൻ ഇത് കാണുന്നുണ്ടെങ്കിൽ AC വർക്ക് ചെയ്യുന്നില്ല, പിന്നെ എന്താണ് പാട്ടില്ല, അതൊരു പ്രശ്നമാണ്. പേടിച്ച് ഒരു ബാക്കിലേക്ക് എത്തി എല്ലാരും. ഇനിയിപ്പോ എന്തായാലും കുടിച്ചിട്ട് തിന്നിട്ടും കാണാം. നമ്മളെങ്ങനെ നാട്ടിലെത്തി. ഇടവണ്ണ ഇപ്പൊ ടൈം എത്രയാടാ? അതിനാണ് 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മള് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. കാർ ഇവിടെ സീഫാട്. മാജിയത് അവിടെ കണ്ണാടിയിൽ നോക്കി സുന്ദരനാകുന്നു. അതിനാനിത് അവിടെ പുറമൊക്കെ വേർത്ത് വലിച്ച് സെറ്റ് ചെയ്തിട്ട്. അലിത എവിടെ എൻ്റെ സാധനം? എവിടെ? അടുത്തുണ്ട് വരി. ഇനിയിപ്പോ നമ്മള് ഇത് കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടി ബസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. ക്ഷീണം. ഇതാണ് അലീൻ്റെ. എവിടെ സാധനം? സർപ്രൈസ് എല്ലാരും സർപ്രൈസ് ആക്കി. പെട്ടിയിൽ സാധനമില്ല. നല്ല ഒതന്റിക് ആയി വണ്ടി ഓടിച്ച റസലിന് അഭിനന്ദനങ്ങളും അതിനുപരിയായി റസലിന്റെ വക എന്നൊരു അപ്പൊ ബൈ ഗൈസ്, പിന്നെ കാണാം. ഗൈസ്, അപ്പോൾ വീട്ടിലെത്തി. വീട്ടിലിതാ കാറ് സേഫാക്കി എടനപ്പാറ പോയി ഓലിറക്കി. അവിടെ നിന്ന് ഒന്ന് ചാടിക്കാൻ പോയി ഫ്രഷായി. കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് എടുത്ത്. നല്ല നടുവേദന ഉണ്ടേന്. അത് കഴിഞ്ഞ് അതിനാന് മുക്കത്തിറക്കി. 4 ടയറും കാറ്റ് ഭയങ്കര കുറവിന്. അത് കാറ്റടിച്ച് സെറ്റാക്കി. പിന്നെ ഇവിടെ എന്താണ് അതിനാന് മുക്കത്തിറക്കി പോന്ന്. തിരുമ്പാടിയിൽ നിന്ന് ഫുഡ് സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തി. അപ്പം മുഖം കാണിക്കാത്ത ഷർട്ടൊന്നും ഇട്ടില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് നല്ല ചൂടെടുത്തിട്ട് ഊരി വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചത് പോകുന്നായിരുന്നു, പക്ഷേ ഭയങ്കര ചൂടും വെയിലും. അപ്പോൾ അതിൽ ഇനിയിപ്പം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഉച്ചക്ക് നടക്കുകയുള്ളൂ. കാരണം വൈകുന്നേരം ഇനി എവിടെയെങ്കിലും പോയാൽ എല്ലാവരും വീട്ടിലെത്തിച്ച് ഇതാക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റാവും. നാളെ കോളേജിലൊക്കെ പോകണം. അപ്പം അത് ക്യാൻസലാക്കിയതായിരുന്നു. അപ്പം അതങ്ങനെ ആയിരുന്നു, ഒരു പ്ലാനില്ലാത്ത പ്ലാനായിരുന്നു. അപ്പം നമ്മളിനി തിരിച്ച് കൊണ്ടുവെക്കാൻ പോകുമ്പം പറ്റുമോ നോക്കാം. തിരിച്ച് വണ്ടി വെക്കാൻ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ 1 മാസം ഒക്കെ എടുക്കുമായിരിക്കും. 1 മാസമല്ല, മാക്സിമം എത്ര 1 മാസമായിരിക്കും. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ടിൽ പോകാൻ പറ്റുമോ നോക്കാം. വണ്ടി മൂലക്കരിൻ്റെ മറ്റേ വണ്ടി പഞ്ചറ്. ഇപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കോളേജിൽ പ്രസൻറ്റേഷൻ അതൊക്കെയാണ്. അപ്പം അതിന് പോകണം. അത് കഴിഞ്ഞ് അടുത്തൊരു വലിയ പരിപാടി വരുന്നതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ഫെബ്രുവരി 5 കോളേജ് ഫെസ്റ്റാണ്. കോളേജ് ഫെസ്റ്റിൽ
എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാക്കിയുള്ള കോളേജിൽ നിന്ന് വരുന്ന ഓരോ മത്സരങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്ന അത് കഴിഞ്ഞാൽ രാത്രി ഋഷി ഉണ്ടാവും. മൂപ്പര് ഒരു സോങ് ഫേമസ് ആണ്, മറന്നുപോയി. ആ മൂപ്പര് കൊണ്ടുവരുന്നുണ്ട്. അത് വ്യാഴാഴ്ച രാത്രി അതും പരിപാടി. അപ്പം അന്ന് ഫുൾ അതിൻ്റെ ഒരു ഇതിലായിരിക്കും. വ്ളോഗ് മാക്സിമം എടുക്കും, മാക്സിമം എൻജോയ്മെൻ്റ് എടുക്കും, എന്നാലും കൊള്ളിക്കാൻ നോക്കാം. അപ്പം ഇന്നത്രേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ, പീസ്.